Praise the Lord. Hallelujah. 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 Oh, യേശുവേ സ്തുതിക്കുന്നു, പ്രാർത്ഥിക്കുന്നത് ഈ പ്രവാസത്തിൻ്റെ പ്രാർത്ഥനയുടെയും അഞ്ചാമത് രാത്രിയിലേക്ക് കടന്നു വരുവാൻ കർത്താവിലേക്ക് വലിയ സാവകാശത്തിനായി ഞങ്ങൾ കർത്താവിനെ സ്തുതിക്കുകയാണ്. കർത്താവെ, ഞങ്ങളുടെ ജീവിതത്തിൽ അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്ന ചെറുതും വലുതുമായിരിക്കുന്ന എല്ലാ ഉപകാരങ്ങൾക്കും ഞങ്ങൾ കർത്താവിന് നന്ദി പറയുകയാണ്. കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. അവിടെ സഹായിക്കണമേ എന്ന് ഞങ്ങൾ കർത്താവിനോട് പ്രാർത്ഥിക്കുന്നു. എല്ലാ മഹത്വവും ഞങ്ങൾ കർത്താവിന് അർപ്പിക്കുന്നു. യേശു ക്രിസ്തുവിൻ അൻപുള്ള നാമത്തിൽ തന്നെ ആമേൻ. ഹല്ലേലൂയ. ഈ രാത്രിയിൽ ഞങ്ങളെ ഓൺലൈനിലൂടെ, ഫേസ്ബുക്കിലൂടെ, യൂട്യൂബിലൂടെ എല്ലാം വീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ പ്രിയപ്പെട്ടവർക്കും യേശു ക്രിസ്തുവിൻ നാമത്തിലുള്ള വന്ദനങ്ങളെ അറിയിക്കുകയാണ്. And we are giving our warm greetings to all those who watch us through Facebook and YouTube. ഈ രാത്രിയിലെ നമ്മുടെ സവിശേഷമായിരിക്കുന്ന ചിന്തകൾക്ക് ആധാരമായി പുറപ്പാട് പുസ്തകം 15-ാമത്തെ അധ്യായം 26-ാമത്തെ വാക്യത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ കൊണ്ടുപോവുകയാണ്. And I am drawing your attention to the Exodus chapter number 23 and verse number 15. ഈ ഉപവാസ പ്രാർത്ഥനയുടെ പേര് തന്നെ യഹോവ റാഫ ഫാസ്റ്റിംഗ് പ്രയർ എന്നാണ്. And this fasting prayer's name is Jehovah Rapha fasting prayer. യഹോവ റാഫ എന്ന വാക്കിന്റെ അർത്ഥം നമ്മെ സൗഖ്യമാക്കുന്ന യഹോവ എന്നാണ്. The meaning of the word Jehovah Rapha means the Lord who heals you. ഇവിടെ നമ്മൾ കാണുവാൻ കഴിയുന്ന ഇസ്രായേൽ മക്കൾ മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ട് അവർ കടന്നു വരികയാണ്. And here we can see the Israelites are going from Egypt to the Canaan. അവർ ദീർഘമായിരിക്കുന്ന വർഷങ്ങൾ ഇസ്രായേൽ മക്കൾ മിസ്രൈമിൽ അടിമകളായിരുന്നു. And the Israelites were slaves to the Egyptians for a long time. ദീർഘവർഷങ്ങൾ അവർ അടിമകളായി പോകുവാനിടയായി. And they became slaves for a long time. അവർക്ക് ഇസ്രായേൽ മക്കളിൽ ആദ്യമായിട്ട് മിസ്രൈമിന്റെ മണ്ണിൽ ചെന്നത് ജോസഫാണ്. And the one who had gone to Egypt first in the Israelites were Joseph. ജോസഫ് ആദ്യമായി മിസ്രൈമിൽ ചെല്ലുമ്പോൾ ജോസഫ് ഒരു ഭരണാധികാരിയായിട്ടോ മറ്റെന്തെങ്കിലും ഒരു ബിസിനസ് ചെയ്യുന്നയാളായിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വിശേഷമായിരിക്കുന്ന ഒരു വ്യക്തിയായിട്ടോ അല്ല ജോസഫ് മിസ്രൈമിൽ ചെല്ലുന്നത്. And Joseph did not go to Egypt as a special person or not a businessman or a man having authority. നമ്മൾ അവിടെ കാണാൻ കഴിയുന്നത് And there we can see അവിടെ ജോസഫ് അടിമയായിട്ടാണ് അവിടെ കടന്നുവരുന്നത്. And Joseph had went there as a slave. ജോസഫ് അടിമയായിട്ടാണ് അവിടെ കടന്നുവരുന്നത്. And Joseph went there as a slave. Raise your hands and praise God. Hallelujah. 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 Praise the Lord. Hallelujah. Raise your hands and praise God. May the Lord help us abundantly. അവിടെ ജോസഫിന്റെ സഹോദരന്മാർ ജോസഫിനെ മിസ്രൈമിലെ കച്ചവടക്കാർക്ക് വിറ്റുകളയുകയായിരുന്നു. And the brothers of Joseph were selling him to the traders of Egypt. അങ്ങനെ ഒരു അടിമയായിട്ടാണ് ജോസഫ് ചെന്നിരുന്നത്. And Joseph went there as a slave. ദീർഘവർഷങ്ങൾ അദ്ദേഹം അടിമയായി മാറി. And he became slave for a long period of time. എന്നാൽ അതിനുശേഷം ദൈവം അവനെ കാണിച്ച ഒരു സ്വപ്നം തന്റെ ജീവിതത്തിൽ അത് പൂർത്തീകരിക്കുവാനിടയായി തീർന്നു. And after that, the dream which God have shown him, it was fulfilled in his life. And then Joseph became a ruler there. അതിനുശേഷം ജോസഫിന്റെ സഹോദരന്മാർ അവിടെ വരുന്നു, ജോസഫിന്റെ പിതാവ് വരുന്നു. അങ്ങനെ 70-ലധികം വ്യക്തികൾ ജോസഫിനോടുള്ള ബന്ധത്തിൽ മിസ്രൈമിൽ കടന്നു വരുവാനിടയായി. And then the brothers of Joseph, the father of Joseph, and all the relatives, more than 70 came into Egypt. മിസ്രൈമിന്റെ മണ്ണിൽ ജോസഫ് അവിടുത്തെ ഒരു ഉന്നതമായ സ്ഥാനം വഹിക്കുവാനിടയായി. And
Joseph led a higher position in Egypt. അവിടുത്തെ പ്രധാനമന്ത്രിയായി മാറുവാനിടയായിരുന്നു. And he became the minister of there. അദ്ദേഹം ഒരു പ്രധാനമന്ത്രിയായി മാറുകയാണ്. And he is becoming a minister. എന്തുകൊണ്ടാണ് അദ്ദേഹം ഒരു വലിയ പദവിയിലേക്ക് എത്തിച്ചേരുവാനിടയായത്? And why did he became in that great position? എന്തുകൊണ്ടെന്നാൽ Because അദ്ദേഹം ദൈവസന്നിധിയിൽ വിശ്വസ്തനായിരുന്നു. because he was very faithful with God. And he was a saint in before the presence of God. And he was faithful to the vision God has shown him. And he gave values to his vision. And Joseph, the young man, gave great importance to his vision. And as a result of that, Joseph became a ruler there. And then the brothers came, and they were staying in Goshen. And while the brothers of Joseph came, they were highly respected and honored because of Joseph. And the places were divided especially for them. And after the time of Joseph, and after many years, in Egypt, and those who were gone there as very valuable, and then they became slaves. And they were led to slavery for a long period of time. Why did they become slaves? The thing I have kept in my mind is, and like their brother Joseph, and I do not believe that they had a trust in God and they had that faithfulness. And they have been away from God. And they went away from the grace of God. Or they forgot the things which God has did for them. And that was why they were led to slavery. But after a long period of time, and they were beaten, and they were highly beaten. But in midst of that, they were crying to God, and they were crying in the presence of God, because they were so beaten and wounded in their physical body. And they were working so hard. And they were working so hard. But Pharaoh, they made them work very hard, and he took all their blessings and wealth and health. And they lost their health and they lost their wealth and they became slaves in that region. And then God raised Moses as their rescuer and the one who led them from Egypt. And Moses was their rescuer, and Moses
led the Israelites from Egypt. മിസ്രയീമിന്റെ മണ്ണിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും ദൈവം മോശയോട് ചെയ്യുവാനിടയായി. And through Moses, God did many wonders and miracles in Egypt. ചെങ്കടലിനെ വിഭാഗിച്ച് ഇതാ ഇസ്രായേൽ മക്കൾ ഇപ്പോൾ കടന്നു വരികയാണ്. And the Israelites were going to the other part, departing the sea in the two. അവർ ഇപ്പോൾ മരുഭൂമിയിലായിരിക്കുകയാണ്. Now they are in the desert. അവർ മരുഭൂമിയിലൂടെ യാത്ര ചെയ്യുമ്പോൾ While they were traveling into the desert, അവർ വെള്ളത്തിന് വേണ്ടി ദാഹിക്കുകയാണ്. and they were thirst for water, അവർ വെള്ളത്തിന് വേണ്ടി അവർ അന്വേഷണം നടത്തുന്നു. and they started searching for water. അന്വേഷിക്കുന്ന സമയത്ത് അവർ വെള്ളം കിട്ടത്തില്ല. And while they were searching, they didn't get any water. അങ്ങനെ നോക്കുമ്പോഴാണ് അവർ ഒരു വെള്ളമുള്ളവരെ And looking and searching for water, they saw a place with water. ഈ വെള്ളം കൊണ്ട് അവരുടെ ദാഹം മാറുവാനിടയായി തീരും. And they knew that through this water their thirst will be gone. ഓടിച്ചെന്ന് അവർ വെള്ളം കൈക്കുമ്പിളിൽ അവർ കോരിയെടുത്ത് പിടിക്കുകയാണ്. And the people ran and they began to drink the water. ചിലർ പാത്രങ്ങളിൽ കോരിയെടുത്ത് പിടിക്കുകയാണ്. പാത്രങ്ങളിൽ കോരിയെടുത്ത് പിടിക്കുകയാണ്. And many to water in their place and bowls, and they were drinking. പെട്ടെന്ന് അവർക്ക് കാര്യം മനസ്സിലായി. And suddenly and immediately they knew one thing. അവർ പറയാൻ വെള്ളം കയ്പുള്ളതാണ്. And they said that this water is bitter. അവർ കയ്പുള്ളവരാണ്. And they were so afraid. ഈ വെള്ളം കുടിച്ചു ഞങ്ങൾ മരിച്ചു പോകുമ്പോൾ അവർ ഭയപ്പെടുന്നു. And they were frightened that if that we have drank this water and we die. ഞങ്ങൾക്ക് എന്തെങ്കിലും അസുഖം വരുമ്പോൾ നമ്മൾ ഭയപ്പെടുകയാണ്. And any disease should come to us. And they are thinking that any disease or any sickness may harm them. അവർ അവരെ ഭയപ്പെട്ടിരിക്കുന്ന ആ ജനത്തോടാണ് ദൈവം പറയുന്നത്, ഞാൻ നിങ്ങളെ സൗഖ്യമാക്കുന്ന യഹോവയാണ്. And God is saying to those people who were afraid and frightened, I am the Lord who heals. അല്പം കൂടി അതിന് വ്യക്തത വരുത്തുകയാണ് മോശ. And the Moses is giving making it so clear. പുറപ്പാട് പുസ്തകം 23-25 വാക്യങ്ങൾ. And the book of Exodus chapter 23 and verse number 25 and 26. നിങ്ങൾ നിങ്ങളുടെ ദൈവമായിരിക്കുന്ന യഹോവയെ തന്നെ സേവിപ്പിൻ, ഞാൻ നിങ്ങളുടെ നടുവിൽ നിന്ന് രോഗങ്ങളെ അകറ്റിക്കളയും. Worship the Lord your God, and I will take away sickness from among you. അത് നമ്മുടെ ദൈവം രോഗങ്ങളെ നമ്മുടെ നടുവിൽ നിന്നും അകറ്റിക്കളയുന്നവനാണ്. And our God is a God who carries away sickness among us. എന്നിട്ട് ദൈവം ഒരു വാഗ്ദത്തം പറയുകയാണ്, And God is giving a promise to us. ഞാൻ നിന്റെ ആയുഷ്കാലത്തെ പൂർത്തിയാക്കും. And I may give you a full lifespan. കാരണം മാറയിലെ വെള്ളം കുടിക്കുമ്പോൾ അവർക്കൊരു കാര്യം മനസ്സിലായി, ഈ വെള്ളം കുടിച്ചു ഞങ്ങൾക്ക് എന്തൊക്കെയോ സംഭവിക്കുമെന്നോയാണ് ശാരീരികമായി ഉള്ള പ്രശ്നങ്ങൾ. And they are saying that we might be in some physical diseases because we have drank this water from water. ഈ വെള്ളത്താൽ ഞങ്ങൾക്ക് മരണം സംഭവിക്കുമോ? And will we die from this water? ഞങ്ങളോട് പറഞ്ഞിരിക്കുന്ന വാഗ്ദത്തത്തിൽ ഞങ്ങൾക്ക് എത്തിച്ചേരുവാൻ കഴിയുമോ? And can we go to the promise which we were given? എന്നാൽ ദൈവം ഉറപ്പായിട്ടും അവരോട് പറയുന്നു, But God is saying to them, ഞാൻ നിന്റെ അപ്പത്തെയും വെള്ളത്തെയും അനുഗ്രഹിക്കും. I will bless your bread and water. ഞാൻ നിങ്ങളുടെ നടുവിൽ നിന്നും രോഗങ്ങളെ അകറ്റിക്കളയും. And I will take away sickness from among you. ദൈവം നമ്മുടെ നടുവിൽ നിന്നും രോഗങ്ങളെ അകറ്റിക്കളയുന്നവനാണ്. And God is the one who carries away sickness from among us. അതുകൊണ്ടാണ് മർക്കോസ് സുവിശേഷം 16-ാമത്തെ അധ്യായത്തിന്റെ 18-ാമത്തെ വാക്യത്തിൽ കർത്താവായിരിക്കുന്ന യേശുക്രിസ്തു പ്രകാരം പറയുന്നു, മരണകരമായ യാതൊന്ന് കുടിച്ചാലും അവർക്ക് ഹാനി വരികയില്ല. And that is why in Mark chapter number 16 and verse number 18 it says like, and even when they drink deadly poison it will not hurt them at all. സർപ്പങ്ങളെ പിടിച്ചെടുക്കും. And they will take up snakes. മരണകരമായിരിക്കുന്ന എന്ത് കുടിച്ചാലും അവർക്ക് ഹാനി വരികയില്ല. And they will not hurt even if they
poison. ഈ രാത്രി നമ്മുടെ ദൈവം നമ്മെ സൗഖ്യമാക്കുന്ന ദൈവമാണ്. And tonight our God is the God who heals us. നമ്മൾ സൗഖ്യമാകണമെങ്കിൽ നമ്മുടെ ഭാഗത്ത് നിന്ന് ചില സമീപനങ്ങൾ ആവശ്യമാണ്. And if we need to be healed, we need some connection from our part. ദൈവം നമ്മളെ വ്യത്യസ്തമാകുന്ന രീതിയിലാണ് സൗഖ്യമാകുന്നത്. And Jesus heals us through different ways. ചില സൗഖ്യങ്ങളിൽ നമ്മുടെ ഒരു സമീപനം വളരെ ആവശ്യമായിരിക്കുന്നു. And in some healings we need a direct contact. ഒരിക്കൽ കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തു കടന്നുവരികയാണ്. And once Jesus was going to a place, അടുത്ത് ബെഥസ്ദ എന്ന് പറയുന്ന ഇടത്ത് യേശു കടന്നുവരികയാണ്. and Jesus is going to a place called Bethesda. ബെഥസ്ദ എന്ന് പറയുന്ന ആട്ടുമാതിക്ക് ബെഥസ്ദ എന്ന എബ്രായ പേരുള്ള ഒരു കുളമുണ്ടായിരുന്നു. അവിടേക്ക് യേശു കടന്നുവരികയാണ്. And Jesus is going to a place called Bethesda, which is in Aramaic. അവിടെ കടന്നുവരുന്ന സന്ദർഭത്തിൽ While he was going there, നിരവധി രോഗികളെ നമുക്ക് അവിടെ കാണുവാൻ കഴിയുന്നുണ്ട്. and he could see a great number of disabled people. അവിടെ കുരുടന്മാരുണ്ട്, And they were blind, വ്യാധിക്കാരുണ്ട്, they were lame, മുടന്തരുണ്ട്, they were those who can't sleep, ക്ഷേമങ്ങളുണ്ട്. they were paralyzed. നിരവധി പേർ പറയപ്പെടുന്ന രോഗികൾ അവിടെ കാണുവാൻ കഴിയുന്നു. And there we can see a great number of disabled people. യേശു അടുത്തേക്ക് കടന്നുവരുന്നു. Jesus had gone to that place. യേശു അവിടെ നോക്കുമ്പോൾ While he looked there, ഒരു മനുഷ്യനെ അവിടെ കാണുന്നു. and he saw one man, യേശു നോക്കുകയാണ്. and he was looking at him. യേശു നടക്കുന്നപ്പോൾ മനസ്സിലിരുന്നു. And when Jesus looked at him, he was full of mercy. കാരണം അവന്റെ അവസ്ഥ വളരെ ശോചനീയമാണ്, പരിതാപകരമാണ്. And because his situation was very worldly. അതിനാൽ യേശുവിനോട് ചോദിക്കുകയാണ്, And Jesus is asking him, നിനക്ക് സൗഖ്യമാകുവാൻ മനസ്സുണ്ടോ? do you need to want to get well? യഥാർത്ഥത്തിൽ അവൻ പറയേണ്ട വാക്ക് ഇത്രയേ ഉള്ളൂ, എനിക്ക് മനസ്സുണ്ട് എന്ന് മാത്രമാണ് പറഞ്ഞാൽ മതി. But he just want to answer that I need to be healed. എന്നാൽ But അവൻ പറയുന്ന വാക്ക് പ്രകാരമാണ്. and what he was saying was, ഒരു ദൂതൻ വന്ന് കുളം കലക്കും. and an angel is going, the angel comes and will draw this water. ഈ കുളം കലക്കുമ്പോൾ And while he is stirring this water, അവിടെ ഇറക്കുവാൻ ആരുമില്ല എനിക്ക്. and there is no one to help me into this pool. മറ്റു പലരെയും സഹായിക്കുവാൻ അവിടെ ആൾക്കാരുണ്ട്. And there were many people to help many others. അനേകം സൗഖ്യമാകുന്നവർ കണ്ടിട്ടുണ്ട്. And he has so many people being cured. അന്ധന്മാരായി വന്നവർ കാണുന്നവരായി മടങ്ങിപ്പോകുന്നവർ കണ്ടിട്ടുണ്ട്. And those who came as blind, they received his sight and gone. ദീർഘനാളുകളായി വ്യാധികളായിരുന്നവർ സൗഖ്യമായി പോകുന്നവർ കണ്ടിട്ടുണ്ട്. And those who were paralyzed and those who had diseases were cured and they have gone. വളഞ്ഞ കാലങ്ങളുമായി കടന്നു വന്ന വൃദ്ധന്മാർ സൗഖ്യമായി പോകാൻ കണ്ടിട്ടുണ്ട്. And he had so the lame walking back after coming there. അനവധി രോഗികൾ സൗഖ്യമായി പോകുന്നത് കണ്ടിട്ടുള്ള വ്യക്തിയായിരിക്കുന്നു ഇദ്ദേഹം. And he is a man who had so a great number of people who had been cured and gone. എന്നാൽ അവരുടെ ജീവിതത്തിൽ അവരെ സഹായിക്കുവാനായിട്ട് ആരുമില്ല. But in his life there was none to help him. അതിന് അപ്രകാരമുള്ള ആരെങ്കിലും കാണാൻ കഴിയുന്നുണ്ട്. അതുപോലുള്ള ആരെങ്കിലും കാണാൻ കഴിയുന്നുണ്ട്. And we can see many people like that. ചില ദർശനം കടന്നു വരികയാണ്. Many are coming to the church. അവരുടെ അടുത്ത് മരത്തിലിരിക്കുന്നവർ സൗഖ്യമായി പോകുന്നത് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. And we can see those who are in his left and those who are in his right and they are cured. എന്നാൽ അവർക്ക് ഇതുവരെ സൗഖ്യം ലഭിച്ചിട്ടില്ല. But that man did not receive the cure. അവർക്ക് ശേഷം കടന്നു വന്നിട്ട് അവർക്ക് ശേഷം കടന്നു വന്നതിന് ശേഷം സൗഖ്യം പ്രാപിച്ചു പോയിട്ടുള്ളവർ കണ്ടിട്ടുണ്ട്. And let's see those who come after him had received and they were cured. അവർ അപ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ട്. And they have thought like that. എന്റെ ഇടത്തും വലത്തും ഇരിക്കുന്നവർക്ക് സൗഖ്യം ലഭിച്ചു. And those who are in my left and those who are in my right, and they received. എനിക്ക് ശേഷം വന്നവർക്ക് സൗഖ്യം ലഭിച്ചു. And after those who came after me, they were cured. എന്റെ ജീവിതത്തിൽ എന്താണ് ഇതുപോലെ സൗഖ്യം ലഭിക്കാത്തത്? But Jesus, why does my life does not get any healing? ഇന്ന്
രാത്രിയിൽ എന്നെ കേൾക്കുന്ന പ്രിയരെ, and this night also hearing me, നിങ്ങളുടെ ജീവിതത്തിൽ ഇതുപോലെ ചോദ്യങ്ങളുമായിട്ടാണ് നിങ്ങൾ ഇരിക്കുന്നത്. and in your life, are you being doubted by these questions? എന്നാൽ ഇന്ന് രാത്രി സൗഖ്യമാക്കുവാൻ യേശു കടന്നു വന്നിട്ടുണ്ട്. But tonight Jesus has came to you to heal you. ഇവിടെയും ഈ തളർന്നു കിടക്കുന്ന വ്യക്തി യേശുവിനെയാണ് അവൻ നോക്കിക്കൊണ്ടിരിക്കുന്നത്. And this paralyzed man who is there is looking at Jesus. യേശുവിന്റെ കണ്ണുകളിലേക്ക് നോക്കുകയാണ്. He is looking at the eyes of Jesus. എന്തുകൊണ്ടാണ്? Why? ഇതുപോലെ മനസ്സിനോടുകൂടി ഇതുവരെയും ആരും അവരോട് സംസാരിച്ചിട്ടില്ല. Because no one had talked to him like this ever before. കാരണം ഇതുവരെയും പല രോഗികളുടെയും കൂടെ സഹായകരായി കടന്നു വന്നവരെ അവൻ പരിചയപ്പെട്ടിട്ടുണ്ട്. And he had contact with those who had helped those who had came with the diseased man. അപ്പോ അവൻ അവരുമായിട്ട് സംസാരിച്ചിട്ടുണ്ട്. And he had talked with them. തന്റെ വളരെ ദയനീയമായ ഈ അവസ്ഥ പങ്കുവച്ചിട്ടുണ്ട്. And he had shared his life. ഒരുപക്ഷെ പറഞ്ഞിട്ടുണ്ടായിരിക്കാം, And they might have said like this. താങ്കൾ കൊണ്ടുവന്ന ആ രോഗി സൗഖ്യമായി പോയതിനു ശേഷം, and after the one who had been cured, you have been cured. അദ്ദേഹത്തെ വീട്ടിലുണ്ടായി ആ രോഗിയെ വീട്ടിലുണ്ടാക്കി സൗഖ്യം രാജ്യം വീട്ടിൽ കൊണ്ടുപോയി ആക്കിയതിനു ശേഷം, And after you have led him to his house, എനിക്കാരുമില്ലാത്തതിനാകിയാൽ because I do not have anyone, ദയവായി എന്നെ സഹായിക്കണം. please come to me and help me. അവൻ തീർച്ചയായിട്ടും ഉറപ്പ് പറഞ്ഞിട്ടുണ്ട്. And they have said like this. എന്റെ കൂടെ വന്നിരിക്കുന്ന രോഗി സൗഖ്യമായി, And the one who had come with me had been cured. ഞാൻ വീട്ടിൽ കൊണ്ടുപോയി ആക്കിയതിനു ശേഷം, And after I will give him to the house, തീർച്ചയായിട്ടും ഞാൻ ഇടത്തേക്ക് മടങ്ങി വന്ന് and surely I will come to this place, താങ്കളെ സഹായിക്കാം. and I will help you. ഇതുപോലുള്ള ഒത്തിരി വാക്കുകൾ കേട്ടിട്ടുണ്ട്. And he had heard so many words like that. അനേക വ്യക്തികളെ പരിചയപ്പെട്ടിട്ടുണ്ട്. He had contact with many people. അതുപോലെ ഒരു വ്യക്തിയായിരിക്കും യേശു എന്ന് ഇവർ ഒരുപക്ഷെ ചിന്തിച്ചിരിക്കാം. And he had thought that Jesus might be a person like that. എന്നാൽ യേശുവിനോട് കുശല പ്രശ്നം സംസാരിക്കുവാൻ അല്ലെങ്കിൽ ഇതിനെ പരിചയപ്പെടുവാൻ വേണ്ടി വന്ന വ്യക്തിയല്ല. But Jesus is not a person who had come to you and just need to contact you. അവൻ പറയുന്ന വാക്ക്, ഈ കുളം കലങ്ങുമ്പോൾ എന്നെ ഈ കുളത്തിൽ ഇറക്കുവാൻ എനിക്കാരുമില്ല, നിനക്ക് എന്നെ സഹായിക്കാൻ കഴിയുമോ? And he's asking, I have no one to help me into this pool while the water is stirred, and if you can help me. അനേകർ വാക്ക് പറഞ്ഞു മാറി കടന്നുപോയി മുറിവേറ്റൊരു മനസ്സുമായിട്ടാണ് ഞാനായിരിക്കുന്നത്. And I'm in a wounded heart while those who had gone. അങ്ങനെ വാക്കുകൾ മാറിക്കൊണ്ടിരിക്കുന്ന ആരെയും വിശ്വാസമില്ല. And the words which have gone, I don't have trust in anyone. എനിക്ക് ഇതിനെ വിശ്വസിക്കുവാൻ കഴിയുമോ? And can I believe in you? ഈശോയോട് ചോദിക്കുന്നു. And Jesus is asking, നിനക്ക് സൗഖ്യമാണെന്ന് മനസ്സിലായോ? do you want to get healed? അവൻ ആശ്ചര്യപരിതനായി മാറുവാനിടയായി. And he became wondered. അവൻ അത്ഭുതപ്പെടുവാനിടയായി. And he was wondered. ക്രിസ്തുവിൽ പ്രിയരേ, And those tears, യേശുവോട് പറയുക, Jesus is saying to him, നീ കിടക്കെടുത്ത് വീട്ടിൽ പോകുക. get up, pick your mat and walk. യേശുവോട് പറയുക, നീ കിടക്കെടുത്ത് വീട്ടിൽ പോകുക. Pick up your mat and walk. ഇന്ന് രാത്രി യേശു നിന്നോട് പറയുവാനുള്ള കാര്യം, Tonight, the only thing God wants to say this to you is സൗഖ്യമാക്കുകയും He will heal you, അവൻ നിനക്ക് ആരോഗ്യം നൽകി തരുവാനിടയായി. and He will also give you ഇന്ന് health. രാത്രി യേശു നിന്നെ സൗഖ്യമാക്കുന്നവനാണ്. Tonight, Jesus is ready to heal you. ദൂതനെ പ്രതീക്ഷിച്ചാണ് ഈ വ്യക്തി ഇരിക്കുന്നത്. And this man is waiting for an angel. എന്നാൽ ഇന്ന് രാത്രി ദൂതനല്ല നിന്നെ സ്പർശിക്കാൻ പോകുന്നത്. But tonight, an angel is not going to appear. യേശു നിന്നെ സ്പർശിക്കുന്ന രാത്രിയാണ്. But this night, Jesus is going to. യേശു നിന്നെ തൊടുവാൻ പോവുകയാണ്. Tonight, Jesus is going to touch you. തൊടുന്ന ദൈവമാണ്. And He's the God who touches you. അവൻ നിന്നെ സൗഖ്യമാക്കുവാനായിരിക്കുന്നു. He is the one who heals you. യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. And we pray in the mighty name of Jesus. ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന And all those who are hearing us, രോഗിയുടെ യേശുവിൻ നാമത്തിൽ സൗഖ്യം പ്രാപിക്കട്ടെ. every sick will
യേശുവിൻ നാമത്തിൽ തന്നെ. And in the mighty name of Jesus, amen. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഞങ്ങളെ ഈ രാത്രി വായിച്ചുകൊണ്ടിരുന്ന, ശ്രദ്ധിച്ചുകൊണ്ടിരുന്ന, ഈ രാത്രി ദൈവത്തിന്റെ വചനം കേട്ട ഓരോ പ്രിയപ്പെട്ടവർക്ക് ഞങ്ങൾ നന്ദി പറയുകയാണ്. ക്രിസ്തുവിൻ പ്രിയ ദൈവങ്ങളെ തുടർന്ന് രാത്രിയാണ്. ഈ രാത്രി ഈ പിതാവുകളെ നിങ്ങളെ സഖ്യമാക്കിയതിനാണ് ഇഷ്ടം. അവിടുത്തെ കൃപയിൽ മറയ്ക്കണമേ. അത്ഭുതകരമായിരിക്കുന്ന സാക്ഷികൾക്ക് ഞങ്ങളെ സഹായിക്കും. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ.